ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ. മൊത്തം മൂക്കടപ്പും ജലദോഷമൊക്കെ ആയേ. അപ്പോൾ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ ഞങ്ങളിത് ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ 4 മണിക്ക് തന്നെ വണ്ടി എത്തുമെന്ന് പറഞ്ഞു കൊണ്ടിട്ട് റെഡിയായി നിൽക്കണേ. തലേ ദിവസം ആ ഉറക്കം ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ട്രിപ്പ് പോകാനുണ്ടെങ്കിൽ തലേദിവസം ഒട്ടും ഉറക്കം ഉണ്ടാവില്ലല്ലേ. എല്ലാവരുടെയും കാര്യം അതൊക്കെ തന്നെ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ അങ്ങോട്ട് ഞാൻ കിടന്നുറങ്ങിയുള്ളൂ. പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ തലേ ദിവസം നമ്മൾ രാവിലെ കഴിക്കാനുള്ളതും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഞാനും ഫ്രണ്ട്സൊക്കെ കൂടി തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണമല്ലോ. പിന്നെ ചോറ് വയ്ക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ നേരത്തെ തന്നെ കൂടെ എഴുന്നേറ്റ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം മഞ്ഞില്ല നമ്മുടെ കൂടെ. അപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടിയാണ് നമ്മൾ പോണത്. അപ്പനാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ വരാൻ മടിയാണ്. പിന്നെ ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴത്തേക്ക് അവർ ഒട്ടും വരില്ല. അപ്പോൾ അപ്പനുള്ള ഫുഡ്, അന്നത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഞായറാഴ്ചത്തെ ഫുഡ് അപ്പം പുറത്തുനിന്ന് കഴിക്കും കേട്ടോ. നമ്മൾ ഞായറാഴ്ച എത്തും. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണേ. എടിയാത്ത അതിൻ്റെ അങ്ങനെ തൂക്കി പിടിച്ചാൽ അതിൻ്റെ വള്ളി വിട്ടു, ഞാൻ പിടിക്കാൻ കൊണ്ടോ. അല്ല വേണ്ട, ഒന്ന് പിടിച്ചോ. അപ്പോൾ നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് കയറുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി ആയിട്ടാണ് പോണത്. ഷെൽമ പുത്തൻതോട്, ജിജി ചെറിയ കടവ്, ഞങ്ങൾ ബീച്ച് റോഡ്. അപ്പോൾ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊച്ചുപള്ളിയിൽ മറ്റേ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ യാത്ര തുടങ്ങണത്. അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്, കാരണം അത്രയും നേരത്തെ ഉള്ള പോകണം. നമ്മൾ ഇത്രയും നേരത്തെ പോണ കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ടിട്ടേ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും വെളുപ്പാങ്കാലത്തെ പോണത്. അപ്പോൾ ആമിക്കുട്ടിയും ആലും കൂടെ ഒറ്റ ഒരു സീറ്റിൽ ഇരിപ്പുണ്ട് കേട്ടോ, ഫ്രണ്ടിലായിട്ട്. പിന്നെ ജിജിയുടെ മക്കളും അതിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പിന്നെ ചേട്ടന്മാരൊക്കെ 3 ചേട്ടന്മാരും ഏറ്റവും ഫ്രണ്ടിൽ പോയി ഇരിപ്പുണ്ട്. ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ബാക്കിലാണ് കേട്ടിരിക്കുന്നത്. നമ്മൾ വന്നിട്ടൊന്നുമില്ല. ഇവിടെ ഒന്നുമല്ല, പോട്ടെ. അതിവിടെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ആദ്യം വന്നേക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. ഞാൻ ഇവിടെ വന്നിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വേളാങ്കണ്ണി പോയ സമയത്ത് വേറൊരു തൂക്കുപാലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണോ എന്നൊരു ഡൗട്ട് അടിച്ചിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചതാണ് കേട്ടോ. അയ്യോ, അവിടെ കയറും തോറും ഇങ്ങനെ താങ്ങിയും പൊങ്ങിയും പോണിരുന്നു കേട്ടോ. അപ്പോൾ അതാണല്ലോ തൂക്കുപാലം. അപ്പം ഞങ്ങളിതേ അറ്റം വരെ നടക്കണേണേ കാണുന്നത്. എല്ലാവരും കൂടെ ഇങ്ങനെ വരിയായി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ, അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ. കുറേ പേര് ഞാനതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സ് പിന്നെ ഒരു കാര്യമുണ്ട്, കുറച്ച് നൈസാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനുള്ളിൽ ഷോർട്സും പിന്നെ ഷെമ്മിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇട്ടേക്കണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നിഴലടിക്കും. തൂക്കുപാലത്തിൻ്റെ അറ്റത്തെത്തും തോറും ചീവീടിൻ്റെ സൗണ്ടായിരുന്നു കേട്ടോ. ഓടി വെള്ളത്തിലോട്ട് പോലെട്ടോ. അല്ല, അവള് ഓടണേ. എവിടെയാണ് പോകണമെന്ന് ഞാൻ ഇതുവരെയൊക്കെ പറഞ്ഞില്ലല്ലോ. മൂന്നാർ വട്ടവടയാണ് കേട്ടോ പോണത്. വട്ടവടയാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പം മൂന്നാർ വഴിയാണല്ലോ വട്ടവടയിലോട്ട് പോകേണ്ടത്. അപ്പോൾ എന്തായാലും മൂന്നാർ മൊത്തം ചുറ്റിയിട്ട് വട്ടവട പോയി സ്റ്റേ ചെയ്യാമെന്നാണ് കേട്ടോ. അങ്ങനെ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറച്ച് നേരം നിന്ന് ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. പിന്നെ ആമിക്കുട്ടിക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ്. ചിക്കൻ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി നമ്മൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്ന വണ്ടി നിർത്തിയത് സൺ വാലിയിലാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു പാർക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് എനിക്ക് പറയാറില്ല. പിന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഡാമിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ബോട്ടിങ്ങിന് പോകാമെന്ന് കരുതി തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ എന്തോ ആർക്കും വലിയ താല്പര്യം ഉണ്ടായില്ല. താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മലയാറ്റൂർ മല കയറണ പോലെ തോന്നി കേട്ടോ. ഭയങ്കര പാടായിരുന്നേ.
നല്ല ഇറക്കമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറേ നേരം നിന്ന് പിന്നെ വെള്ളത്തിൽ കളിക്കാമെന്ന് കരുതി കേട്ടോ. ഇച്ചിരി നേരം കാലൊന്നിങ്ങനെ വെള്ളത്തിൽ നനക്കാമെന്നൊക്കെ കരുതി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇല്ല അവിടെ മൊത്തം ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേടിയായി. പിന്നെ ഞങ്ങൾ കയറി ഇങ്ങോട്ട് പോരുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ചുറ്റും ഇങ്ങനെ മണ്ണിങ്ങനെ ചെത്തി ഇട്ടേക്കണ പോലെ കണ്ട. അത് വെള്ളം അത്രയും ഡാം പൊങ്ങുമ്പോൾ വെള്ളം നിറയുമ്പോൾ അത്രയും വെള്ളം പൊങ്ങുമെന്നാണ് പറഞ്ഞ് അവിടെ പറയണുണ്ടായിരുന്നിട്ട് അവിടെ ആൾക്കാരൊക്കെ. അത്രയും വെള്ളം പൊങ്ങുന്നു. ഇപ്പോൾ ഭയങ്കര കുറവാണ് വെള്ളം. അപ്പോൾ അതാണ് അങ്ങനെ അത്രയും മണ്ണൊക്കെ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ മൊത്തമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കേട്ടോ. പക്ഷേ ഒരു റൈഡിൽ ഞങ്ങൾ കയറിയില്ല. അതാണ് സത്യം. എല്ലാവർക്കും ക്യൂവും തിരക്കും കണ്ടപ്പോഴത്തേക്കും പിന്നെ കയറാൻ വേണ്ടിയിട്ട് മടിയായി. അങ്ങനെ പിന്നെ നമ്മളിത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയേക്കാനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ മറ്റേ ചോറിന്റെ കല്ലൊക്കെ കഴുകണമല്ലോ. അപ്പൊ ബ്ലാക്ക് കളറിലോട്ട് ആക്കിയിട്ടാ മതി. ഉച്ചക്ക് നമ്മൾ ചോറും പിന്നെ കേര നല്ല മുളകിട്ട് വറ്റിച്ചതും ക്യാബേജും മോര് കാച്ചിയതും പാവക്കച്ചാറ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തെ ഫുഡ് നമുക്ക് അവിടെ റൂമിലുണ്ട് കേട്ടോ. വട്ടവട ചെല്ലുമ്പോഴത്തേക്കും ഇപ്പം നമ്മളിത് കുണ്ടള ഡാമിലോട്ട് വന്നേക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് നടക്കാനാണ്. അപ്പോൾ ഞങ്ങൾ 3 പെണ്ണുങ്ങളും ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാർ അതൊക്കെ തന്നെ ഇട്ടേക്കണം. പിന്നെ ആമിക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഞാൻ മാറ്റി കൊടുത്തു. കാരണം ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ മാറ്റി കൊടുത്തു. കാണുമ്പോ അറിയാലോ. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോഴത്തേക്കില്ല അപ്പുറത്തും ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് കടക്കണമെങ്കിൽ നമ്മൾ പാസ് എടുക്കണം. 10 രൂപയുടെ പാസ്. ഇതൊന്നും അല്ല കോമഡി. ഞങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആരുടെ കയ്യിലും പൈസ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഈ GPay ചെയ്യുന്നുണ്ടേ. നമ്മൾ പൈസ ഒന്നും കയ്യിൽ കരുതാറില്ലല്ലോ. ഇവിടെ ആണെങ്കിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആർക്കും ഒന്നും വാങ്ങാൻ പറ്റണില്ല. പിന്നെ അവിടെ ഒരു ചെക്കനുണ്ടായിരുന്നു, ഒരു ക്യാരറ്റൊക്കെ വിൽക്കണം. അപ്പോൾ അതിനോട് അത് ഹോട്ട്സ്പോട്ട് ഓണാക്കി തന്നു. പിന്നെ അതിന് പൈസ GPay ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അത് ക്യാഷായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും 3 പേർക്കും കയ്യിൽ തന്നു കേട്ടോ. അങ്ങനെയാണ് പിന്നെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ അതേ ഫ്രഷ് ക്യാരറ്റ് ഞാൻ മൂന്നാർ പോയാൽ ആദ്യം തന്നെ വാങ്ങണ സാധനമാണ് കേട്ടോ ഇത്. പിന്നെ കഴുകിയിട്ട് അവിടെ നിന്ന് തന്നെ ഇങ്ങനെ കടിച്ച് കഴിക്കാറാണ് പതിവ്. അപ്പോൾ ആമിക്കുട്ടി അല്ലാതെ തന്നെ വേറെ സാധനങ്ങളൊക്കെ ചൂണ്ടി കാണിക്കാറുണ്ട്. അത് വേറെ കാര്യം. ഹലോ ഹലോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ വട്ടവടയിലോട്ടാണ് കേട്ടോ പോണത്. അവിടെ നമ്മൾ ഒരു വീടായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. 3 ബെഡ്റൂമുള്ള ഒരൊറ്റ വീടായിട്ട്. അത് നമുക്ക് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ തന്നെ റെഡിയാക്കി തന്നതാണ് കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നതേ. അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിട്ട് കയറിയ പോയി. ഇവിടെ വട്ടവട വന്നെന്നറിയണ്ട്. തേനീച്ചല്ല ദീച്ചാണ്. ചായലിട്ട് കഴിക്കാൻ ഇതെവിടെ നിന്ന് ആലോ കേറി ആ കൊച്ചിലാദ്യം കയറ്റി ബുഷൊക്കെ തെറിച്ചു. നല്ല വഴിയാണ് ഇരുന്നത്.
അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയട്ടാ, ഞങ്ങളുടെ ഹോം സ്റ്റേയിലെത്തിയേ. ഇന്നൊരു കഞ്ഞിക്കലൊക്കെ ഇട്ട് അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ആ വീടിനകത്തോട്ട് കയറിപ്പില്ലേ, ആഹാ എന്തെന്നില്ലാത്തൊരാശ്വാസമായിരുന്നേ. ഞാൻ നേരെ ടെറസിൻ്റെ മുകളിൽ കയറി കേട്ടാ. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളൊക്കെ കാണാമെന്നൊക്കെ നോക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കാണുന്ന വ്യൂ. നല്ല എന്താ പറയുക, നല്ല തണുപ്പാർന്ന കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ ചെന്നതും ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് ദൂരം മൂന്നാറൊക്കെ ഒരു എത്തിയപ്പോൾ തന്നെ എനിക്ക് തുടങ്ങി തുമ്മലും ജലദോഷവും. തണുപ്പടിച്ചപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഈ തണുപ്പൊക്കെ വഴി കൂടെ പോയാൽ ആദ്യം കേട്ടോ. അപ്പോൾ അതേ ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ ഞങ്ങൾ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവിടെ കുറേ ചുള്ളിക്കൊമ്പും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കത്തിക്കണേണ് കേട്ടോ അവിടെ. കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഇവിടെ നിന്ന് നമ്മളെ പാട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അവിടെ കിടന്ന് പൊളിക്കണേ. അപ്പോൾ അതേ ചവറല്ല ചുള്ളിക്കൊമ്പൊക്കെ കൂട്ടിയിട്ട് കത്തിക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലും അവരവിടെ ക്യാമ്പ് ഫയറൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതാണ് അവിടെ നിന്ന് ആ പുക വന്നത്. കുറേ നേരം കത്തിച്ച് ആ ചൂടൊക്കെ ഒന്ന് കാഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഞാണെങ്കിൽ ഒരു ഗുളിയൊക്കെ എടുത്ത് കഴിച്ചപ്പോഴത്തേക്കാണ് എനിക്കൊന്ന് തല പൊങ്ങി കിട്ടിയത്. തുമ്മൽ കൊണ്ടിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ സൗണ്ട് റെഡി ആയിട്ടില്ല കേട്ടോ. ജലദോഷം പിടിച്ചിട്ട് നമുക്ക് കളഞ്ഞിരിക്കുന്നതാണ്. ഫോൺ നോക്കണേ അവിടെ ഇരുന്ന്. ഞാൻ മൂന്നാറ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും വട്ടവടയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്നത്. ഇങ്ങനെ ഓരോ റീൽസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ വട്ടവടയിൽ വന്നുവെന്ന്. അപ്പം ഞങ്ങളിതൊരു എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസമായി ഇങ്ങനെ വന്നുവെന്ന് വട്ടവടയിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് വെക്കേഷൻ സമയത്ത് പോകാമെന്നൊക്കെ കരുതിയിട്ടാണ്. പിന്നെ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഈ മെയ് 16-ാം തീയതി തീരുമാനിച്ചത്. 16, 17. അപ്പോൾ ശനിയും ഞായറും അതാകുമ്പോഴത്തേക്കും പിന്നെ ജോലിക്കാർക്ക് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ചേട്ടന്മാർക്കാണെങ്കിലും ഒരു ദിവസമല്ലേ ലീവ് എടുക്കേണ്ടി വരുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ നമുക്ക് ഈ രാത്രിത്തെ ഫുഡും രാവിലത്തെ ഫുഡും നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അവിടെ ആണെങ്കിൽ കുറേ ചെടികൾ, എന്തെല്ലാം ചെടികളാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാട്ടോ. എന്തോരം നല്ല പൂവുകളാണെന്ന് അറിയാമോ. വലിയ കാട്ട റോസൊക്കെ കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളിങ്ങനെ 2 കൈയും ഇങ്ങനെ വിടർത്തി പിടിക്കണം, അത്രയുമുള്ള വലിയ കാട്ട റോസ്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാനത് എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ 2 വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയിട്ട്, ഒറ്റ വീഡിയോ ആയിട്ട് ഇടുമ്പോഴത്തേക്കും ഭയങ്കര ലെങ്തി ആയി പോകുമല്ലോ എന്ന് കരുതിയിട്ട് 2 വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ചെടിയൊക്കെ എടുത്ത് നോക്കലാണ്. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ചെടി ഇപ്പോൾ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ കൊണ്ട് നടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യവുമല്ല. അങ്ങനെ പിന്നെ ഊട്ടിപ്പൂവില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് പറിക്കണമെന്നുണ്ടായിരുന്നു പോകുന്നപ്പോഴത്തേക്കും, പക്ഷെ മറന്നുപോയി എടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് മറന്നു. നേരത്തെ വന്ന് വെള്ളം വേണ്ടേ? കുപ്പിയുണ്ട്. എന്താണ് കഴിക്കാതെ അപ്പോൾ അവർ കൊണ്ടുവന്ന ഫുഡ് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ചപ്പാത്തിയും പൊറോട്ടയും മറന്നു കേട്ടോ. ചപ്പാത്തിയും പൊറോട്ടയും ആരും തൊട്ടില്ല കേട്ടോ. സത്യം പറയാല്ല, തൊട്ടേയില്ല. അതങ്ങനെ തന്നെ നമ്മൾ ചീത്താക്കാതെ അതെടുത്ത് തുറന്ന് വെച്ചെങ്കിലും ആരും കഴിച്ചില്ല. അപ്പോൾ അത് കൈയിടാത്തോണ്ടിട്ട് ചീത്തായും പോയിട്ടില്ലല്ലോ. ചപ്പാത്തിയൊക്കെ പിന്നെ പെട്ടെന്ന് ചീത്താകുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് അങ്ങനെ തന്നെ പൊതിഞ്ഞവിടെ വെച്ചു. അവർ രാവിലെ വരുമ്പോഴത്തേക്ക് അത് എടുക്കട്ടെ എന്ന് കരുതി. ഫുഡ് കുഴപ്പമില്ലല്ലോ. വീടൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആയിരുന്നു കേട്ടോ. എനിക്ക് എവിടെ പോയാലും ഇല്ലേ, എനിക്ക് ഇപ്പോൾ റൂം പിന്നെയും ഉണ്ട്. ബാത്റൂം ക്ലീൻ അല്ലെങ്കിലില്ലേ പിന്നെ എനിക്ക് ഒരു ഇരിക്കപ്പുറത്തേ ഉണ്ടാവില്ല. പക്ഷേ ബാത്റൂമൊക്കെ നല്ല പെർഫെക്റ്റ്, നല്ല അടിപൊളി ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ചേട്ടനും ആമിക്കുട്ടിയും കൂടി കിടക്കാനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമുക്ക് 4 പേര് കൂടി കിടക്കാനുള്ള ആ ഒരു സ്ഥലം അവിടെ ഇല്ല. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടക്കാൻ പറ്റും. പക്ഷേ ആമിക്കുട്ടിക്കൊക്കെ ഇങ്ങനെ ഉരുളാണ് കിടന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വട്ടം കിടക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിനെ വീഡിയോ
കോളൊക്കെ ചെയ്യാനാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടം കൊണ്ട് ഞാൻ നിർത്തണതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.